ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എടുക്കുന്ന കാര്യമാണ് ആക്ച്വലി വാട്ട് ടു ഡു നെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ പാത്ത് എന്താണെന്നുള്ള കാര്യം. സോ വീട്ടിൽ കഴിയാൻ നേരത്ത് ബേസിക്കലി നമ്മുടെ മുന്നിലേക്ക് കുറേ അധികം കരിയർ ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ടീച്ചിങ് ഫീൽഡിലോട്ട് പോകണം, അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഗേറ്റ് എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു എംടെക് അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യാനും സാധിക്കുന്നു. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്കൊരു പബ്ലിക് സെക്യൂരിറ്റി അണ്ടർടേക്കിംഗ് പോലുള്ള സർവീസുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നു. ആൻഡ് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് പോലുള്ള മേഖലകളിലേക്ക് നമുക്ക് ആക്ച്വലി പോകാവുന്നതാണ്. ആൻഡ് അത് അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്കിൽ സെറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക, എന്നിട്ട് ആ കോഴ്സ് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കമ്പനിയിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് പൊസിഷനിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മൾ ബേസിക്കലി നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കോഴ്സ് പഠിക്കുക. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ ഏത് കോഴ്സാണ് നമ്മളെടുത്ത് പഠിക്കേണ്ടത്, ആൻഡ് മാർക്കറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട് പോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാര്യമാണ് ബേസിക്കലി കോഴ്സ് എന്ന് പറയുന്നത്. അതായത് പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആക്ച്വലി വിളിക്കുകയും അവരുടെ കോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാടുള്ള അനുഭവങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ഫ്രഷർ എന്ന രീതിക്ക് നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ഏത് എഞ്ചിനീയറായിട്ടാണ് നമുക്ക് ആക്ച്വലി വളരേണ്ടത്. സോ അതിനായിട്ടുള്ള കോഴ്സുകൾ കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ ഏതൊക്കെ കോഴ്സുകളുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് കമ്പനീസിൻ്റെ, അതായത് സിസ്കോ മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്റ്റ് കോഴ്സുകളും അതിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ബേസിക്കലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ. സോ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന കോഴ്സാണ് ബേസിക്കലി CCNA അഥവാ സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ വരുന്ന മാനേജബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഡിസൈൻ പോലുള്ള കാര്യങ്ങളായിരിക്കും ഒരു കോഴ്സിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഓട്ടോമേഷൻ, അതുപോലെ പ്രോഗ്രാമബിലിറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് ആ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇത് കൂടാതെ തന്നെ ഈ ഒരു കോഴ്സ് ഒരു നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചെന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സാണ് ആക്ച്വലി CCNA എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി എൻട്രി ലെവൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ, അതുപോലെ നെറ്റ്വർക്കിംഗ് അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ, അതുപോലെ സിസ്റ്റം എഞ്ചിനീയർ പോലുള്ള മേഖലകളിലേക്ക്, ഇതുപോലുള്ള പല മേഖലകളിലേക്കും നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം എൻട്രി ചെയ്ത് നമുക്ക് ജോലി നേടാവുന്നതാണ്. ലിസ്റ്റിലെ രണ്ടാമതൊരു കോഴ്സാണ് ബേസിക്കലി പാലോ ആൾട്ടോ ഫയർവാൾ എന്ന് പറഞ്ഞത്. അതായത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ പോലുള്ള മേഖലയിലോട്ടാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള കോഴ്സ് ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാര്യം ഈ ഒരു കോഴ്സിൻ്റെ നമ്മൾ നെറ്റ്വർക്കിൻ്റെ മാനേജിങ്, അതുപോലെ അതിൻ്റെ സെക്യൂരിറ്റി, അതുപോലെ അതിൽ വരുന്ന ട്രബിൾ ഷൂട്ടിങ്ങുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ, അതുപോലെ ഫയർവാൾ അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ സെക്യൂരിറ്റി എഞ്ചിനീയർ പോലുള്ള മേഖലയിലോട്ടൊക്കെ നിങ്ങളുടെ കരിയർ വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന കോഴ്സിന് ബേസിക്കലി സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞ കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് നമ്മൾ വൾണറബിലിറ്റി അസസ്മെൻറ്റ്, അതുപോലെ എത്തിക്കൽ ഹാക്കിംഗ്, അതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലുള്ള കാര്യങ്ങളും ഇതുപോലെ നിരവധി കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് ബേസിക്കലി ഒരു എത്തിക്കൽ ഹാക്കറായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെനട്രേഷൻ ടെസ്റ്റർ, അതുപോലെ സെക്യൂരിറ്റി കൺസൾട്ടൻറ്റ് ആൻഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് പോലുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന കോഴ്സാണ് മൈക്രോസോഫ്റ്റിൻ്റെ അഷ്വർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ പല ബിസിനസ് ഓർഗനൈസേഷൻസും മൈക്രോസോഫ്റ്റിൻ്റെ അഷ്വർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ മെയിൻറ്റൈനബിലിറ്റി, അതിൻ്റെ കൺട്രോളിങ്, അല്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദെൻ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഒരു അഷ്വർ അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ആൻഡ് ദെൻ ക്ലൗഡ് ഓപ്പറേഷൻ പോലുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കരിയർ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഇതിനകത്ത് അഞ്ചാമത് വരുന്നൊരു കോഴ്സാണ് ബേസിക്കലി AWS സൊല്യൂഷൻ സർട്ടിഫൈഡ് ആർക്കിടെക്ട് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ AWSനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ കൺസോൾ മാനേജ്മെൻറ്റ്, ഡേറ്റാബേസ്, സെക്യൂരിറ്റി, നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു AWS സൊല്യൂഷൻ ആർക്കിടെക്ട്, ഒരു ക്ലൗഡ് ആർക്കിടെക്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻ എഞ്ചിനീയർ, ക്ലൗഡ് കൺസൾട്ടൻറ്റ് പോലുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കരിയർ വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. സോ ഈ ഇത്രയും കോഴ്സസാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് നമുക്ക് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന കുറേയധികം കോഴ്സസ്. സോ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള അവയർനെസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ
ഡിസ്കസ് ചെയ്ത 5 കോഴ്സസ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്കോ പോലുള്ള കമ്പനീസ് ഡയറക്റ്റ്ലി നമുക്ക് തരുന്ന കുറേയധികം സർട്ടിഫിക്കേഷൻസ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ബിടെക് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കേഷന് പകരം ഇതുപോലുള്ള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സർട്ടിഫിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഇതുപോലുള്ള ജോബ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതുപോലെ തന്നെ ഇതുപോലുള്ള കമ്പനീസിൽ കയറുമ്പോഴും ഒരു പ്രാധാന്യപ്പെട്ട് നിൽക്കുന്ന കോഴ്സ് കൂടിയായിരിക്കും. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇൻഡസ്ട്രിയുടെ കോഴ്സ് സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇതുപോലുള്ള കമ്പനീസ് ഡയറക്റ്റ് തരുന്ന കോഴ്സ് സർട്ടിഫിക്കേഷനും തമ്മിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബി ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ തന്നെയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി ഇതുപോലുള്ള കോഴ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനപ്പോൾ ഒന്നും പറയണ പോലെ തന്നെ നിങ്ങൾ നേരെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ബൈ.